നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 6ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എക്സാം ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. നിള ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അറിയാമോ? ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇതിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോവൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? നോവൽ കഥ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ശ്രീജിത്ത് മൂത്തേടത്താണ് നോവൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. പെൻഗ്വിനുകളുടെ വൻകരയിലാണ് അദ്ദേഹത്തിന്റെ നോവൽ. അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2026 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? എല്ലാവർക്കും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം. എല്ലാവർക്കും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം ആണ് 2026 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഏതാണ്? ഡൽഹി മീററ്റ് ഇടനാഴിയാണ്. ഡൽഹി മീററ്റ് ഇടനാഴിയാണ് ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അടുത്തത്, 2026 SK പൊറ്റക്കാട് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജി കണ്ണനുണ്ണിയാണ് 2026 SK പൊറ്റക്കാട് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ബാലൻ, കണ്ണനുണ്ണി അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് GV രാജ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 3 വർഷത്തെ ഒന്നിച്ചാണ് ഇപ്പോൾ കുറച്ച് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് കുറച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഇന്ന് GV രാജ അവാർഡിന് 3 ലക്ഷം രൂപയാണ് കേട്ടോ. 3 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 2022, 2023 പഠിക്കാം. 22-23 അബ്ദുള്ള അബൂബക്കറിനും VK വിസ്മയക്കുമാണ് ലഭിച്ചത്. അത്ലറ്റിക് വിഭാഗത്തിലാണ്. അപ്പോൾ GV രാജ അവാർഡ് 2022, 2023 അത്ലറ്റിക് വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? അബ്ദുള്ള അബൂബക്കർ, VK വിസ്മയ. ഇനി 2023-24 GV രാജ അവാർഡ് ലഭിച്ചതോ? മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. അത് രണ്ടുപേരും അത്ലറ്റിക് വിഭാഗത്തിൽ തന്നെയാണ്. 2023-24 മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ അത്ലറ്റിക്സ്. അടുത്തത് 2024-2025 മുഹമ്മദ് അഫ്സലിനും, അത് അദ്ദേഹത്തിന് അത്ലറ്റിക്സിലാണ്. അതുപോലെ തന്നെ PK ഐശ്വര്യ, അത് നെറ്റ് ബോളിലാണ്. അപ്പോൾ PK ഐശ്വര്യ നെറ്റ് ബോളിൽ, മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സ്. അത് 2024-2025 GV രാജ അവാർഡിന് അർഹനായവരാണ്. അടുത്തത് ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡാണ്. അത് 2 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. അതും 3 വർഷത്തെയാണ്. ആദ്യം നമുക്ക് 2022, 2023 പഠിക്കാം. മുഹമ്മദ് അഷ്റഫിന് അത്ലറ്റിക് വിഭാഗത്തിൽ 2022-23 ലഭിച്ചു. അടുത്തത് 2023, 2024 ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡ് ലഭിച്ചത് PS അബ്ദുൾ റസാഖിനാണ്. വോളിബോൾ വിഭാഗത്തിലാണ് ലഭിച്ചത്. അപ്പോൾ വോളിബോൾ വിഭാഗത്തിൽ 2023, 2024 ഒളിമ്പ്യൻ സുരേഷ് ബാബു അവാർഡ് ലഭിച്ചത് PS അബ്ദുൾ റസാഖിനാണ്. അടുത്തത് 2024, 2025 ആർക്കാണ്? അത് സുഭാഷ് ജോർജിനാണ് ലഭിച്ചത്. അത്ലറ്റിക് വിഭാഗമാണ് അത് കേട്ടോ. 2024, 2025 സുഭാഷ് ജോർജ് അത്ലറ്റിക്സ്. അപ്പോൾ എല്ലാം 2022 to 2025 ആണ്. അടുത്തത്
2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് 2026 ഫെബ്രുവരി സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഏതാണ് ആ സംസ്ഥാനം? ഗുജറാത്ത് ആണ് വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2027 ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ തന്നെ പഠിക്കുക. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ജനീവയാണ് 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ബംഗാളി സാഹിത്യകാരൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് മണിശങ്കർ മുഖോപാധ്യായയാണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ബംഗാളി സാഹിത്യകാരൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫെബ്രുവരിയിൽ ടെക്നോ പാർക്കിന്റെ CEO ആയി നിയമിതനായത് ആരാണ്? സന്ദീപ് കുമാർ ആണ്. അപ്പം 2026 ഫെബ്രുവരിയിൽ ടെക്നോ പാർക്കിന്റെ CEO ആയി നിയമിതനായത് ആര്? സന്ദീപ് കുമാർ ആണ്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതേതാന്ന് പറയാം. നിള ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറത്തെ പൊന്നാനിയിലാണ് നിള ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ നന്ദി.